എല്ലാവർക്കും ജോൺസ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹോം തിയേറ്ററിൻ്റെ ഒരു റിവ്യൂ ആൻഡ് സൗണ്ട് ടെസ്റ്റിംഗ് ആണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ വാങ്ങി ഇന്ന് ചെയ്യുന്ന റിവ്യൂ അല്ല, നേരെ മറിച്ച് 10 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയൊരു മോഡലാണിത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നൊരു റിവ്യൂ ആണിത്. അപ്പോൾ ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഇപ്പോഴും. ഇൻപുട്ടും വോളിയം കൂട്ടാനും കുറയ്ക്കാനും പ്രോലോജിക്കൊക്കെയാണ് വരുന്നത്. ഈ ചെയിൻ നമ്മൾ വെറുതെ വെച്ച് കൊടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഇറങ്ങുന്നതിന് മുൻപ് ഇറങ്ങിയ ഒരു മോഡലാണിത്. അപ്പോൾ നമ്മളിതിൽ USB കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്ലൂടൂത്ത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മൊഡ്യൂളൊക്കെ ഇതിൽ ഉള്ളിൽ ഇൻബിൽഡായിട്ട് അറിയാത്ത രീതിയിൽ നമ്മൾ ബ്ലൂടൂത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സബ് എന്ന് പറയുമ്പോൾ 40 വാട്ട്സിൻ്റെ സബ്ബാണ്. ടോട്ടൽ 100 വാട്ട്സാണ് ഇതിൽ നിന്ന് വരുന്നത്. ഓണിക്സിൻ്റെ OHT 200 എന്ന് പറയുമ്പോൾ ബാസിൻ്റെ കാര്യത്തിൽ നല്ല പേരെടുത്തൊരു സെറ്റാണിത്. അത്യാവശ്യം നല്ല ബാസാണ് വരുന്നത്. ഇതും ഇംപെക്സിൻ്റെ ഓപ്ര ബ്ലൂ എന്ന് പറയുന്ന സെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബേസ് വരുന്നതാണ്. ഇംപെക്സിൻ്റെ ഓപ്ര ബ്ലൂവിനെക്കാട്ടിയും ഒരു പടി മുൻപിൽ നിൽക്കുന്നത് ഈ കാണുന്ന ഓണിക്സിൻ്റെ OHT 200 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ബ്ലൂടൂത്ത് ഇറങ്ങിയതിന് ശേഷം കമ്പനി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല, അതായത് പുതിയതാരും വാങ്ങുന്നില്ല. ഇപ്പോൾ എല്ലാവരും സൗണ്ട് ബാറിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്, നേരെ മറിച്ച് നമ്മൾ 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് ലുക്കിലൊന്നും ഒരു മാറ്റമില്ല, വർക്കിലും മാറ്റമില്ല. 100 വാട്ട്സിൻ്റെ ഹോം തിയേറ്ററാണിത്. 12 വാട്ട്സിൻ്റെ 5 സ്പീക്കറും സബ് 40 വാട്ട്സാണ് വരുന്നത്. അങ്ങനെയാണ് 100 വാട്ട്സ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സബ് എന്ന് പറയുന്നത്. അപ്പോൾ 40 വാട്ട്സിൻ്റെ 5 ഇഞ്ചിൻ്റെ ഒരു സബ്ബാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സബ് വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഇടുങ്ങിയ മൂലയിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു ബേസ് ഔട്ട്പുട്ട് വരും. നമ്മൾ ഫ്ലാറ്റായ ഒരു സ്ഥലത്ത് ഇത് വെറുതെ കൊണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. നമ്മൾ ഇതേപോലെ ഇടുങ്ങിയ മൂലയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാസ് ഔട്ട്പുട്ട് തരും. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫിലിപ്സിൻ്റെ ഒരു സൈഡ് ചാനൽ സ്പീക്കറാണ്, ഹോം തിയേറ്ററിൻ്റെ തന്നെ. ഇതിൻ്റെ യഥാർത്ഥ സ്പീക്കറൊക്കെ നമ്മൾ കാലക്രമേണ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ സ്പീക്കറാണ്, ഫ്രണ്ട് ചാനൽ. ഇപ്പോൾ നമ്മൾ ഒറ്റ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒരു സ്പീക്കറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സബ്ബാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹോം തിയേറ്ററായിട്ട്. ഇനി നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. ഓഡിയോ നമ്മൾ ഹാളിൽ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ 5.1 ആയിട്ട് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൂമിൽ പോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിലായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റൂമിൽ വെച്ച് സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൂമിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂലയിലായിട്ട് നമ്മൾ സബ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് റൈറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ മേലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അധികം പൊക്കത്തിലല്ല, അധികം താഴത്തുമല്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് റൈറ്റ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ് നമ്മൾ അതിലൂടെ വയർ എടുത്തതിന് ശേഷം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിതൊരു വ്യത്യസ്തമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ സ്പീക്കർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഐവാൻ്റെ ഒരു സ്പീക്കർ നമ്മൾ ഇവിടെയാണ് സെൻട്രൽ സ്പീക്കറായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, TVയുടെ ബാക്കിലായിട്ട്. പിന്നെ റിയർ ചാനൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് റൈറ്റും ലെഫ്റ്റും. ഇത് ഇൻഫിനിറ്റീൻ്റെ ഒരു കമ്പ്യൂട്ടർ സ്പീക്കറാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ DVD പ്ലെയർ ഉണ്ട്. DVD പ്ലെയറിൽ നിന്ന് 5.1 ഔട്ട്പുട്ട് എടുത്തിട്ട് ഹോം തിയേറ്ററിന് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 5.1 എഫക്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് നല്ല രീതിയിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തിരിക്കും. പിന്നെ ഇതും ഒരു ഹോം തിയേറ്ററാണ്. ഇത് സെയിം ഹോം തിയേറ്റർ തന്നെയാണ്. അതിൻ്റെ വേറെ ടൈപ്പ്, ഇത് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. ഓണിക്സിൻ്റെ OHT 200 തന്നെയാണിത്. അതിൻ്റെ ട്രാൻസ്ഫോമറും ബോർഡൊക്കെ അതിൽ തന്നെ ഉണ്ട്, ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതവിടെ വെച്ചതാണ് വെറുതെ. പിന്നെ ഈ കാണുന്ന TV ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് ഡോൾബി ഒരു ടെസ്റ്റ് നടത്തി നോക്കാം. അതായത് ഹോം തിയേറ്ററിൽ പ്രോലോജിക് 5.1 കിട്ടും. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് സെപ്പറേഷൻ സ്പീക്കറിൻ്റെ ഒരു ചെറിയ സറൗണ്ടിങ് ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതിന് പറഞ്ഞ് ആരും കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് നടത്തി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഇത് അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരുവിധം പഴയ സെറ്റുകളൊക്കെ അങ്ങനെയാണ്. അതായത് അത് കുറേ കാലം നിൽക്കും. ഇപ്പോൾ വരുന്ന സെറ്റാണ് അധികവും കംപ്ലൈൻ്റായി വരുന്നത്. അതെൻ്റെ ഒരു മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരിക്കലും നിങ്ങൾക്ക് സജഷൻ അല്ല, നേരെ മറിച്ച് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇത് ബ്ലൂടൂത്ത് ഇറങ്ങുന്നതിന് മുൻപുള്ളതാണ്. ബ്ലൂടൂത്ത് ഇറങ്ങിയതിന് ശേഷം ഈ മോഡൽ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓണിക്സ് OHT 200 ഇതിൽ നമ്മൾ ബ്ലൂടൂത്ത് ഇൻബിൽട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹോം തിയേറ്റർ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നമ്മളെ വീഡിയോ കാണുന്ന പലരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞാൻ എന്നും പറയുന്ന പോലെ ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി റിപ്പയറിങ് വീഡിയോ ആണെങ്കിലും റിവ്യൂ ആണെങ്കിലും നമ്മളിനി ചെയ്യാനുണ്ട്. ഇനി ആംപ്ലിഫയറിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.